JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇന്നലെ നടന്ന പരീക്ഷ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിശദമായ ഒരു അവലോകനം ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ക്ലാസ് അറേഞ്ച് ചെയ്തതിന്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും, അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എന്നത്തേക്ക് ഉണ്ടാവും, ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇന്നത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഇന്നത്തെ പരീക്ഷയെ കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് അവലോകനം ചെയ്യാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ വേക്കൻസീസിന്റെ കാര്യത്തിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒഴിവുകൾ അറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 15,700 33,400 ഇതിന്റെ ശമ്പള സ്കെയില് വരുന്നത്. 46,284 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. എന്നാൽ 60% മുകളിൽ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായുള്ള കണക്കുകൾ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ധാരണയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പരീക്ഷയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിലബസ് പ്രകാരമുള്ള ധാരാളം അക്കൗണ്ടന്റ് പോലുള്ള പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട് എങ്കിലും പരീക്ഷ വളരെ എളുപ്പമായിരിക്കും, എന്നാൽ കൂടുതൽ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയോടെ പോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പരീക്ഷയായിട്ടാണ് പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അഭിപ്രായം പറഞ്ഞത്. ഓരോ ഉദ്യോഗാർത്ഥികളും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് ഒരു വിശദമായ ചർച്ച നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവരവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ പറയുകയുണ്ടായി. പൊതുവെ പരീക്ഷ മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. പൊതുവെ പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നവയായിരുന്നു എങ്കിൽ പോലും നല്ല എളുപ്പമായിരുന്നില്ല എന്നാണ് പൊതുവെ അഭിപ്രായം. അപ്പോൾ അതായത് ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. എന്നാൽ വളരെയധികം പ്രയാസമുള്ളതായിരുന്നില്ല, എന്നാൽ നല്ല വളരെയധികം എളുപ്പമുള്ള പരീക്ഷയുമായിരുന്നില്ല. ആ ഒരു ലെവലിൽ നിന്നും മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിട്ടാണ് പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പരീക്ഷയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു അവലോകനത്തിൽ നിന്നും അവരുടെ ചർച്ചയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ, അതായത് പൊതുവെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് പൊതുവെ അഭിപ്രായം പറയുന്നത്. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ നിലവാരം മറ്റുള്ള പരീക്ഷകളിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമായിരുന്നു. കുറെ കൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ, അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി ചോദ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി ചെയ്യാനുള്ള അവസരങ്ങൾ സമയം കിട്ടി എന്നുള്ള പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗാർത്ഥികൾ പ്രസ്തുത പരീക്ഷയെ സംബന്ധിച്ച് സമയം കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഉദ്യോഗാർത്ഥികൾ അവസാന നിമിഷം തങ്ങളുടെ അടുത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ കൂടുതൽ എഴുതിയെന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി കൂടുതൽ കറുപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി എന്ന് ചില ഉദ്യോഗാർത്ഥികൾ എന്നോട് അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് നെഗറ്റീവ് മാർക്കിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും അവസാന നിമിഷത്തിൽ കറുപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരീക്ഷയ്ക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു പ്രൊവിഷണൽ ആൻസർ കീ സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ പ്രൊവിഷണൽ ആൻസർ കീ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് എത്ര ദിവസം കഴിഞ്ഞാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതെന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കുകയുണ്ടായി. 120 ദിവസത്തിനുള്ളിൽ ആണ് സാധാരണഗതിയിൽ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എങ്കിൽ
ഷോർട്ട് ലിസ്റ്റ് 120 ദിവസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയെ സംബന്ധിച്ച് മറ്റുള്ള നടപടികൾ, അതായത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷയെ സംബന്ധിച്ച് പരാതികളോ അതുപോലെ തന്നെ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിൽ നിന്ന് താമസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല, മറ്റു നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്, മറ്റു പരാതികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക്, ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജുകളൊക്കെ തന്നെ തങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതാണ്. അങ്ങനെ മെസ്സേജ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പൊതുവെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 58നും 61നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് ലഭിച്ച മാർക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇപ്പോൾ പൊതുവെ കട്ട് ഓഫ് മാർക്ക് 60ന് അടുത്ത് തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. പല ഉദ്യോഗാർത്ഥികൾക്കും 60ന് അടുത്ത് തന്നെ മാർക്കുകൾ ഉള്ളതായിട്ട് പലരും പറയുകയുണ്ടായി. ഇനിയിപ്പോൾ അതിന്റെ ആൻസർ കീ വന്നതിന് ശേഷം മാത്രമേ ചില ക്വസ്റ്റ്യനുകളിലെല്ലാം തന്നെ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ തന്നെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ, അത് ഡിലീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് മാർക്കിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിൽ പോലും അധികം മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. എങ്കിലും ചലഞ്ച് ചെയ്യാനുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാതെ ചലഞ്ചിങ്ങിന് വേണ്ടി മുതിരരുതെന്ന് പല ഉദ്യോഗാർത്ഥികളിലും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൃത്യമായിട്ടുള്ളതാണ് എങ്കിൽ മാത്രം ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം PSC അത് അംഗീകരിക്കത്തില്ല, അവരത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും ആ സമയം അങ്ങനെ ചെയ്യുന്ന ചലഞ്ചിങ്ങിനെ ചെയ്യുന്ന അവസരത്തിൽ ഈ ഷോർട്ട് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലതരത്തിലുള്ള നടപടികൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ പിന്നീട് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിന്റെ കാലാവധി ഇടാനുള്ള കാലാവധിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോക്കി ഓരോ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് തന്നെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യണം, തെറ്റുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യണം. അന്നല്ല ഞാൻ പറഞ്ഞത്, ചലഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് കൃത്യമായിട്ടുള്ളതും വ്യക്തമുള്ളതുമായിട്ടായിരിക്കണം. സത്യസന്ധവും നീതിയുക്തമായ രീതിയിൽ വേണം ചലഞ്ച് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് PSC അംഗീകരിക്കില്ല. അത് നോക്കി തന്നെ ഓരോ ഉദ്യോഗാർത്ഥിനും കൃത്യമായുള്ള അതിനുള്ള കാരണങ്ങൾ സഹിതം വേണം അത് ചലഞ്ച് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അത് PSC അംഗീകരിക്കില്ല. അപ്പോൾ കേരള ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കോർപ്പറേഷൻ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.